അമ്മ എന്തിനീ പഴുത്തത് കുട്ടിക്ക്? ഇത് ആർക്കും വേണ്ടാണ്ട് നിൽക്കുന്ന സാധനമാണ്. അതായത് വളരെ വലുതായി, പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇതിന് കറിയിലൊന്നും ഇടാനായിട്ട് നല്ലല്ല. പക്ഷെ ഇതുകൊണ്ടൊരു സൂത്രമുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഇതിനെ എന്താ പറയാന്നറിയോ? ഇത് നമ്മുടെ നാട്ടില് നമ്മള് തൃശ്ശൂക്കാര് നമ്മൾ ഇതിനെ ഇരുമ്പമ്പുളി എന്നാണ് പറയുന്നത്. മറ്റുള്ള സ്ഥലത്ത് എങ്ങനെയാ പറയണേന്ന് അറിയില്ല. ഇരുമ്പമ്പുളി എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ സാധാരണ മീൻകറിയിലും അതുപോലെ പരിപ്പിലൊക്കെ ഇട്ട് കറി വയ്ക്കും. പക്ഷെ ഇതിപ്പോ കറിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അതിന്റെ ഒരു പ്രത്യേക സൂത്രമുണ്ട്. അതെന്താന്ന് കാണിച്ചു തരാം. നമ്മള് പൊട്ടിച്ചു കൊണ്ടുവന്ന ഇരുമ്പമ്പുളി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു രണ്ടാക്കിയിട്ട് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് അതിന്റെ നീരെടുക്കാൻ വേണ്ടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ അടിച്ചു കൊണ്ടുവന്ന ഇരുമ്പമ്പുളീനെ നമ്മൾ ജസ്റ്റ് ഒരു അരിപ്പയിലിട്ടിട്ട് നമ്മൾ അത് അരിച്ചെടുക്കണം. കാരണം അല്ലെങ്കിൽ അതില് നിറച്ച് ഇതിന്റെ കൊറ്റനൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നന്നായി ഇതുപോലെ അരിച്ച് വൃത്തിയായിട്ട് നമ്മൾ എടുക്കാം. നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇതിന്റെ കൊറ്റനിന് പരമാവധി ഇതിന്റെ എസൻസ് ഫുള്ള് കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഇത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത ഈ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ചൂടാക്കണ്ട. എന്നാൽ ജസ്റ്റ് ഒരു താളയൊക്കെ വരുന്ന ആ ഒരു പരിവുണ്ടല്ലോ, ആ ഒരു പരിവം വരത്തേനും ജസ്റ്റ് നമ്മൾ എടുത്ത ഈ ജ്യൂസിനെ നമ്മളൊന്ന് ചൂടാക്കാൻ വെക്കണേ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചൂടായി വന്നിട്ട് നന്നായി തിളക്കണ വരത്തേനും വേണ്ട, എന്നാലും ഒന്ന് തിളച്ചോട്ടെ. ഒത്തിരി നേരം ഇങ്ങനെ തിളപ്പിക്കണ്ട എന്നുള്ളൂ. അതിനുശേഷം നമ്മളിപ്പോ ഈ സാധനം ഇങ്ങനെ ഒരു തിളയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അത് നമ്മളൊരു 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ അല്പം സോപ്പോ അതല്ലെങ്കിൽ സോപ്പും പൊടി, അതൊരു പേരിന് വേണ്ടി മാത്രം, ഒരു പത കിട്ടാൻ വേണ്ടി മാത്രം അല്പം സോപ്പോ അല്ലെങ്കിൽ സോപ്പും പൊടിയോ അരിയണ വരത്തേനും അതും ഇടണം. 1 ടീസ്പൂണ് വിനാഗിരി ഒഴിക്കണം. നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർക്കുകയാണ്. സോപ്പും പൊടി ഓപ്ഷണലാണ്. അത് നമ്മളൊരു ചെറിയൊരു പതയ്ക്ക് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മള് വിനാഗിരിയും മസ്റ്റായിട്ട് ഇതിൽ ചേർക്കുക. സോപ്പും പൊടി ഒരു തരി ഇടുവാണെങ്കിൽ നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതൊരു പത കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇത് ഇനി കുറച്ചു നേരം ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതം ചൂടാറിയപ്പോ നമ്മളൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാവുന്ന സ്പ്രേ ചെയ്യാവുന്ന ഒരു ഇതാണ് ഇത്. നമുക്ക് എന്നിട്ട് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ കറ പിടിച്ചിരിക്കുന്ന ഇങ്ങനത്തെ പാത്രങ്ങളുടെ അടിവശം, അതുപോലെ നമ്മളെ ഫ്ലോറ്, ഇതൊക്കെ നമുക്ക് ഈ ടൈലൊക്കെ ഉണ്ടാകുന്ന കറ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നാണ് പറയണത്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കണേ. നമുക്ക് നോക്കാം റിസൾട്ട് ഉണ്ടോന്ന് കേട്ടോ. അപ്പൊ നമ്മളിത് ഇങ്ങനെ കുറച്ചു നേരം നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ്സിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കാം. ഇതിപ്പോ ഇതില് ബേക്കിംഗ് സോഡ ഇച്ചിരി എൻ്റെ അടുത്ത് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറവാണ് ഇട്ടുന്നത്. ശരിക്കും ഇത് 3-4 ടീസ്പൂണ് കഷ്ടി 3-4 ടീസ്പൂൺ ഇടുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നമുക്ക് കൈ ഒത്തിരി പ്രസ് ചെയ്ത് ഒന്നും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മളത് വയ്ക്കുകയാണെങ്കിൽ ഇലക്കറകളെല്ലാം കറക്റ്റായിട്ട് പോയി നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ ഇതുപോലെയുള്ള സ്റ്റീലിന്റെ പൈപ്പുകളൊക്കെ ഇല്ലേ, ഇവിടെ ഉണ്ടാകുന്ന ഇതെല്ലാം നമുക്കത് നീട്ടായിട്ട് പുതിയ പൈപ്പ് പോലെ ക്ലീൻ ആയിട്ട് കിട്ടും. റിസൾട്ട് ഉള്ളതാണ്. ഞാനിത് നോക്കിയതാണ് കുറച്ച് നേരത്തെ. ഇതെല്ലാം നന്നായി നമുക്കപ്പോൾ ഒത്തിരി ഇങ്ങനെ കൈ കൊണ്ടുള്ള പ്രഷർ ഇച്ചിരി കുറച്ച് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു സൂത്രവഴി അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.